ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും കുമ്പളങ്ങി വെച്ചിട്ട് നല്ലൊരു കറി കേട്ടോ. ഒരു ഒഴിച്ച് കറിയാണ്. നല്ലൊരു ടേസ്റ്റാട്ടോ ഉണ്ടാക്കിയാൽ. അങ്ങനെ വീട്ടിലുണ്ടായ കുമ്പളം കൊണ്ടിട്ട് ഉണ്ടാക്കിക്കണത് നല്ല രസമാണ് ഇതിട്ട് ഉണ്ടാക്കിയാൽ. പരിപ്പും കുമ്പളങ്ങിയും പച്ചമുളകും എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിൽ നമ്മൾ മുളകും പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ കറി മാത്രം മതി കഴിക്കാൻ. അങ്ങനെ ഞാൻ വീട്ടിലുണ്ടായ കുമ്പളം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. കുമ്പളം കൊണ്ട് പലവിധം കറികളും ഉണ്ടാക്കും. വെള്ളക്കറി ഉണ്ടാക്കും, ഓല ഉണ്ടാക്കും, ഒഴിച്ച് കറി ഉണ്ടാക്കും, മോര് കറി ഉണ്ടാക്കും, പലവിധം കറികളും ഉണ്ടാക്കും കേട്ടോ കുമ്പളങ്ങായിട്ട്. പക്ഷെ എങ്ങനെ പരിപ്പും കുമ്പളങ്ങയും വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നല്ലതിപ്പോൾ വലിയൊരു കുമ്പളങ്ങ കേട്ടോ. ഇത് മുറിക്കുകയാണ്, ഇളവനാണ്, നല്ല പാകത്തെ മൂപ്പാട്ടോ. ഇത് ഞങ്ങളവിടെ ഉണ്ടായ കുമ്പളങ്ങയാണ്. ഇപ്പം കുറേ ഉണ്ടായിക്കണം കുമ്പളം. അപ്പോൾ ഞാൻ പരിപ്പും കുമ്പളങ്ങയും വെച്ചിട്ട് കറി ഉണ്ടാക്കാം. പിന്നെ ആദ്യം ഒരു 3/4 കിലോ കുമ്പളങ്ങ ഞാൻ ചെറുതാക്കി ഒന്ന് ഉറുക്കട്ടെ കേട്ടോ. തോലൊക്കെ ചെത്തിക്കളഞ്ഞതല്ലേ, നല്ല പാകത്തെ മൂപ്പ് ഏറിയ കുമ്പളങ്ങൾ ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഇളവനായിട്ട് ഉണ്ടാക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് മുറിച്ച് കൊടുത്താലോ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട്, ഇളവെന്നും പറയട്ടോ അതിന്, ഇതേപോലെ നുറുക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടെടുത്ത് ഒരു 200 പരിപ്പ്, പിന്നെ 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുത്തിയിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി, അപ്പോൾ തന്നെ നല്ല വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വിസിലിരുത്താം. പിന്നെ അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. കുമ്പളങ്ങ ചാറ് ഉണ്ടാക്കണ്ടേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു മുറി തേങ്ങ, ഒരു 3 ചെറിയുള്ളി, കുറച്ച് ചെറിയ ജീരകം കേട്ടോ, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കുമ്പളങ്ങയും പരിപ്പൊക്കെ വെന്ത് വരുന്നുണ്ടാവും.
കുമ്പളങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നമുക്കൊരു സപ്പോർട്ടൊക്കെ തരുകൊണ്ടു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടു. നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗെയ്സ്, നമ്മൾ കുമ്പളങ്ങയും പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങ, ചെറുള്ളി, ജീരകം അരച്ചതായി ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ചെടുക്കട്ടോ. ഒന്ന് കടുവെടുത്തെടുക്കാം. അപ്പം ഏറ്റവും ടേസ്റ്റിയായ കുമ്പളങ്ങ ചാറ് റെഡിയാണ്. അങ്ങനെ കറിക്ക് തേങ്ങയൊക്കെ ഒഴിച്ചിട്ടേ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അധികം തിളക്കൊന്നും വേണ്ട, ആ തേങ്ങ തിളച്ചാൽ മതി. അപ്പം നിങ്ങൾ പാകത്തിന് ഉപ്പൊക്കെ നോക്കിക്കോളി. പിന്നെ നമുക്ക് കടുക് ഇട്ടൊന്ന് തിളച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ച് ബാക്കി കുക്കറൊക്കെ ഒന്ന് ചുറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടേ കറി എത്ര ആവശ്യമെന്ന് വെച്ചാൽ വല്ലാതെ ലൂസാക്കി ഉണ്ടാക്കി കേട്ടോ. ഒന്ന് കുറുകൽ വേണം അതിന്. നല്ലോണം കുറുകിയിട്ടുണ്ടല്ലോ, കഷ്ണങ്ങൾ നല്ലോണം ഉണ്ടാവുകൊണ്ടേ. പരിപ്പ് ആവുകൊണ്ട് നല്ലൊരു ടേസ്റ്റാട്ടോ ഈ കറി. നിങ്ങൾ കുമ്പളം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുകൊണ്ടു. നമ്മൾ പല വിധത്തിലുണ്ടാക്കുമല്ലോ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത് നമ്മൾ മുളകും പൊടി ഒന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ. പരിപ്പും കുമ്പളങ്ങയും കറി നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കോളി. അങ്ങനെ ഒന്ന് കടുകെടുത്തും കൂടി ഇട്ടാൽ മതി കേട്ടോ. നമുക്കിനി ഒക്കെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച്, ഇങ്ങനത്തെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ കുമ്പളങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ടോ ചോറ് കഴിക്കാൻ, ഒരു പറ ചോറ് കഴിച്ചാൽ അപ്പോൾ ഈ കറി മതി. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് കമൻസൊക്കെ ഇട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് ആർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഈ കറി ഇങ്ങനെ പരിപ്പും കുമ്പളങ്ങയും കറി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്.
എന്നാൽ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ച്.